സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കണ്ടൊരു റീലാണ്. ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു വീഡിയോ ഞാൻ കാണാനിടയുണ്ടായത്. ആയുർ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ, ഒരു പേജാണ്. അതിൽ ഡോക്ടേഴ്സാണ്, മീൻസ് ആയുർവേദത്തിൻ്റെ ഡോക്ടേഴ്സ് സംസാരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയല്ല, അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. മമ്മൂട്ടിക്ക് എക്സ്പ്രഷൻസ് വരില്ല. മമ്മൂട്ടി ഇപ്പോൾ മുൻപ് തകർത്താടിയിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ മമ്മൂട്ടിക്ക് ഇപ്പോൾ പറ്റില്ല. കാരണം മമ്മൂട്ടി മുഖത്ത് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ശരീരത്തിൽ ബോട്ടോക്സ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബോട്ടോക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേശികളിലുള്ള ചുളിവുകൾ മായ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഒരു 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 40 വയസ്സിനകത്തൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ശരീരഭാഗങ്ങളിൽ പലയിടങ്ങളിലും ചെറിയ ചുളിവുകൾ വരും. ആദ്യം നമുക്ക് നല്ല രീതിയിൽ അത് അറിയാൻ സാധിക്കുക നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെയാണ്. പിന്നെ കണ്ണിൻ്റെ സൈഡിൽ, അങ്ങനെയൊക്കെ നമുക്ക് പല മുഖത്ത് പല ഭാഗങ്ങളിലും നമുക്കൊരു ചുളിവ് അറിയാൻ പറ്റും. അപ്പോൾ പ്രായം കൂടുന്തോറും നമ്മുടെ പേശികൾക്കും പ്രായം കൂടുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്കിന്നിലുള്ള ഓരോ ചെറിയ മാറ്റങ്ങൾ നമുക്കത് അറിയാൻ സാധിക്കും. അതാണ് നമ്മൾ ഏജ് കൂടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുക. എന്നാൽ മമ്മൂട്ടിയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ മമ്മൂട്ടിയുടെ മുഖത്തോ അല്ലെ മമ്മൂട്ടിയുടെ ശരീരഭാഗങ്ങളിലോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു യൗവനം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ, ഈ അസുഖമൊക്കെ വന്നതിന് ശേഷം അല്ലെ അതിന് മുൻപൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഒരു ചെറുപ്പക്കാരനായിട്ട് തന്നെ പറയും. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഴുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് അത്യാവശ്യം പ്രായമുള്ളതായിട്ട്. മീൻസ് 74 വയസ്സുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. ആ 74 വയസ്സിലും അദ്ദേഹം ഈ ബോട്ടോക്സ് ഒക്കെ ചെയ്ത് സർജറിയൊക്കെ ചെയ്ത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഈ ഡോക്ടർ പറയുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കത്തില്ല. കാരണം മമ്മൂക്കയുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്താണെങ്കിലും, അത് ഇഷ്ടപ്പെട്ടതോ ഇഷ്ടപ്പെടാത്തതോ എന്തുമായിക്കോട്ടെ, അതൊരു നിശ്ചിത ക്വാണ്ടിറ്റി അദ്ദേഹം കഴിക്കുകയുള്ളൂ. വിശപ്പിന് വേണ്ടി ആഹാരം കഴിക്കും കേട്ടോ, അല്ലാതെ ആഹാരത്തിന് വേണ്ടി ജീവിക്കല്ല. ജീവിക്കുന്നതേ ആഹാരത്തിന് വേണ്ടി ഒന്നും പറയാൻ പറ്റില്ല. മമ്മൂക്കയുടെ ലൈഫ് സ്റ്റൈല് അമ്മാതിരി ലൈഫ് സ്റ്റൈലാണ്. മമ്മൂക്ക പണമുള്ളത് കൊണ്ടാണോ അങ്ങനെ ലൈഫ് സ്റ്റൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണമുള്ളത് കൊണ്ടൊന്നുമല്ല. അദ്ദേഹത്തിന് ഇപ്പോഴും യൗവനമായിട്ടിരിക്കണം എന്നുള്ളതിൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ആ മനസ്സ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചെറുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും നമുക്ക് നോക്കി അറിയാൻ പറ്റും, പ്രായത്തിൻ്റെ ചുളിവുകളൊക്കെ കാണാൻ സാധിക്കും. എന്നാലും ഇദ്ദേഹം പറയുന്നത്, ഈ ഡോക്ടർ പറയുന്നത്, ഞാൻ എല്ലാ ബഹുമാനത്തോടുകൂടി തന്നെ സംസാരിക്കുകയാണ്, ഈ ഡോക്ടർ പറയുന്നത് മമ്മൂട്ടിക്ക് ഇനി എക്സ്പ്രഷൻസ് വരില്ല, മമ്മൂട്ടി മുൻപുണ്ടായിരുന്നത് പോലത്തെ എക്സ്പ്രഷൻസ് ഇപ്പോൾ ഇല്ലാന്നാണ്. ഞാൻ അങ്ങനെയാണെങ്കിൽ ഡോക്ടറിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഡോക്ടർ തന്നെ പറയുന്നുണ്ട് 30 വയസ്സല്ല 40 വയസ്സാകുമ്പോഴേക്കും ശരീരഭാഗങ്ങൾ പലതും ചുളുങ്ങും. ആ സമയത്ത് ബോട്ടോക്സ് ഉപയോഗിക്കും. പിന്നീട് നമ്മുടെ പേശികൾ അങ്ങോട്ട് വലിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പോവില്ല. അതിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി ഒരു കുറച്ചൊക്കെ കുറയുമെന്നാണ്. അങ്ങനെയെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്നൊരു നടന് 74 വയസ്സായിട്ടുണ്ട്. അപ്പോൾ 30 വയസ്സിന് ശേഷം അദ്ദേഹം ഈ ബോട്ടോക്സ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സർജറി, കോസ്മെറ്റിക് സർജറികളെല്ലാം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ 30 അല്ല 40 വയസ്സിന് പോട്ടെ, 40 വയസ്സിന് ശേഷമുള്ള സിനിമകൾ നോക്കാം. 40 പോട്ടെ, 50 വയസ്സെടുക്കാം. ഇനി അതും വേണ്ടെങ്കിൽ 60 വയസ്സെടുക്കാം. 60 വയസ്സിന് ശേഷം ഇപ്പോൾ 14 വയസ്സോടെ കൂടിയിട്ടുണ്ട്, 74ആയി. അപ്പോൾ ഈ 14 വയസ്സിലും മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭ്രമയുഗം പോലെയുള്ള അത്രയും അധികം എക്സ്പ്രഷൻസ് വേണ്ടി വരുന്ന, അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു അതുല്യനായ ഒരു കലാകാരനായിട്ട് അദ്ദേഹം കാഴ്ചവെച്ച് ഒരു മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത് പോലും ആ ഒരു സിനിമയുടെ പേരിലാണ്. ആ സിനിമയിൽ അഭിനയിച്ചപ്പോൾ മമ്മൂക്കയ്ക്ക് എക്സ്പ്രഷൻ ഇല്ലായിരുന്നോ? ഈ വീഡിയോ കാണുന്നവരൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ ഡോക്ടർ പറയുന്നത് മമ്മൂക്കയ്ക്ക് എക്സ്പ്രഷൻസ് വരില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതി വരില്ല എന്നാണ്. ആ സിനിമയിൽ മമ്മൂക്ക കാഴ്ചവെച്ച അസാമാന്യമായിട്ടുള്ളൊരു അഭിനയ മികവിനാണ് അവാർഡ് കിട്ടിയത്. ആ അവാർഡ് കിട്ടാനായിട്ടായ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അതിന് നമുക്ക് യാതൊരു സംശയമൊന്നുമില്ല. സംഘിപുത്രന്മാർക്കും സംഘിമിത്രങ്ങൾക്കും ഒക്കെ സംശയമുണ്ട് മമ്മൂക്കയ്ക്ക് ഇങ്ങനെ അവാർഡ് കിട്ടിയെന്നുള്ളത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കേരളത്തിൽ മമ്മൂക്കയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, മമ്മൂക്ക എന്ന നടൻ പോട്ടെ, മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് യാതൊരു സംശയമില്ല. കാരണം അത് അർഹിക്കപ്പെട്ട ആൾ തന്നെയാണ് മമ്മൂക്ക. മമ്മൂക്കയുടെ ആ ഒരു അഭിനയ മികവ്, അല്ലെങ്കിൽ അഭിനിവേശം എന്നൊക്കെ നമുക്ക് പറയാം. എന്തിനോടുള്ള അഭിനിവേശമാണോ? പണത്തിനോടാണോ? അല്ല, മമ്മൂക്കയ്ക്ക് സിനിമയോടുള്ള അഭിനിവേശം. ആ അഭിനിവേശം മാറണമെന്നുണ്ടെങ്കിൽ താൻ ഉദ്ദേശിച്ച രീതിയിൽ, അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തനിക്ക് അഭിനയിക്കണം. ആ അഭിനയിച്ച് ആ കഥാപാത്രത്തിന് ഒരു പൂർണ്ണത എത്തുന്നതിലാണ്, അല്ലെ എത്തിക്കുന്നതിലാണ് മമ്മൂക്കയുടെ ഒരു സംതൃപ്തി എന്നാണ് നമ്മൾ പല ഇൻ്റർവ്യൂസിലും കണ്ടത്. അത് തന്നെയാണ് മമ്മൂക്കയുടെ ഒരിക്കലും അടങ്ങാത്ത അഭിനിവേശം എന്ന് ഞാൻ പറയാൻ കാരണമായതും. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി, ആ വ്യക്തി ഭ്രമയുഗം പോലെയുള്ള, അതിന് പിന്നാലെ വന്നിട്ടുള്ള ഒരുപാട് സിനിമകൾ, അതിന് മുൻപ് വന്നിട്ടുള്ള സിനിമകളും ഒക്കെ ഉണ്ട്. ഇദ്ദേഹം പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക എല്ലാ സിനിമയിലും ഒടിയൻ മാണിക്യത്തെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കണം. ഒരിക്കലുമല്ല. മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ ബോട്ടോക്സ് ചെയ്യുന്നുണ്ടാവാം, ആ ചുളിവുകൾ മാറ്റുന്നുണ്ടാവാം. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസിനോ അദ്ദേഹത്തിൻ്റെ കലയ്ക്കോ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കലയ്ക്കോ കലാവാസനയ്ക്കോ ഒന്നും സംഭവിക്കുന്നില്ല. അദ്ദേഹം നല്ല സിമ്പിളായിട്ട് അഭിനയിക്കുന്നുണ്ട്. കാലത്തിനെ പോലും, അല്ലെങ്കിൽ ആ പ്രായത്തിനെ പോലും വെറും നമ്പറുകൾ മാത്രമാക്കി മാറ്റിയൊരു മനുഷ്യനാണ് മമ്മൂക്ക എന്ന് നമുക്കറിയാം. ആ പ്രായത്തിനെ പോലും തോറ്റിച്ച്,
ആ പ്രായത്തിനെ പോലും തോൽപ്പിക്കുന്ന അസാമാന്യമായ ഒരു കഴിവിന് ഉടമ തന്നെയാണ് മമ്മൂക്ക. അത് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയും ഒക്കെയാണ്. ജീവിതത്തിനോടുള്ള ഒരു പ്രണയം, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും യൗവനം, ചെറുപ്പക്കാരോടാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കമ്പനി. ചെറുപ്പക്കാരോട് കമ്പനി കൂടുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താ, അല്ലെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചെറുപ്പക്കാരുമായിട്ട് കമ്പനി കൂടുമ്പോൾ അവർക്ക് അധികം പറയാനായിട്ട് വലിയ പ്രാരാബ്ധങ്ങളൊന്നും ഉണ്ടാവില്ല. അവരെപ്പോഴും പറയുക അവരുടെ ചെറുപ്പകാലങ്ങളിൽ അവരിപ്പോഴും കടന്നു പോകുന്ന സാഹചര്യങ്ങളെ പറ്റിയായിരിക്കും. അപ്പോൾ അതൊക്കെ മമ്മൂക്ക കേൾക്കുമ്പോൾ മമ്മൂക്കയ്ക്കും ഒരു ചെറുപ്പം അദ്ദേഹത്തിനൊപ്പം വരുന്നത് പോലെ ഫീൽ ചെയ്യും എന്നുള്ള രീതിയിലാണ് മമ്മൂക്കയുടെ ഒരു ലൈഫ് സ്റ്റൈൽ. നമുക്കറിയാം, ഓരോ ആളുകളെ ചേർത്ത് പിടിക്കുമ്പോഴും നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ വിനായകൻ ചെറുപ്പക്കാരനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. പക്ഷേ വിനായകൻ്റെ അടുത്ത് പോലും ഓരോ ഇൻ്റർവ്യൂസിൽ വരുമ്പോഴും മമ്മൂക്ക ചിരിച്ചും കളിച്ചും അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കുട്ടിത്തം കാണിക്കുന്നത് പോലത്തെ ബിഹേവിയർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു മമ്മൂക്കയുടെ എക്സ്പ്രഷൻസ് എവിടെയെങ്കിലും പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പോകില്ല, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്? അവരുടെ ഒരു ബ്രാൻഡിന്, അല്ലെങ്കിൽ അവരുടെ ഒരു ക്ലിനിക്കിന്, അല്ലെങ്കിൽ അവരുടെ ഒരു ഹോസ്പിറ്റലിന് ഒരു പരസ്യം വേണം. ആ പരസ്യം വേണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയെ പോലെയുള്ള ഒരു വലിയൊരാളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ, സെൻസേഷണലായിട്ട് നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ കുറച്ച് റീച്ച് കിട്ടും. അതിനുവേണ്ടി ചെയ്യുന്നതാണ്. ഇവരുടെ ഒരു വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പബ്ലിസിറ്റി കിട്ടും എന്നുള്ളത് എല്ലാവരും പറയുന്നത് പോലെ ഞാനും പറയുന്നു, പബ്ലിസിറ്റി കിട്ടും. പക്ഷേ ഇവർ പറയുന്നതും ഇവർ ചെയ്യുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരവരുടെ പ്രൊഫഷൻ ചെയ്യുന്നു, അവർ അതിൽ ഗ്രോ ആയി പോകാനായിട്ട് അവർ ശ്രമിക്കുന്നു. ഒരിക്കലും ഇതുകൊണ്ട് മമ്മൂട്ടിയുടെ എക്സ്പ്രഷൻസിനോ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കലാകാരനോ അദ്ദേഹത്തിൻ്റെ കലയ്ക്കോ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഡോക്ടർ എന്താ പറയുന്നതെന്ന് കേട്ട് നോക്കാം. മമ്മൂക്കയുടേത് ആക്ച്വലി സർജറി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹം ഒരുപാട് ബോട്ടോക്സ് ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഒരുപാട് കുറഞ്ഞു. ഈ എക്സ്പ്രഷൻലെസ് ഫേസ്, മോഹൻലാൽ, മമ്മൂട്ടി, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻലെസ് ഫേസ് വരാനുള്ള ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ആണ്. ചുളിവുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തരം ഇഞ്ചക്ഷൻ ആണ് ബോട്ടോക്സ്. ആ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിങ്കിൾസ് ഒക്കെ ഏകദേശം പൂർണ്ണമായിട്ട് മാറും. ആ റിങ്കിൾസ് വരണമെങ്കിൽ ഒരു മിനിമം 8 മാസമൊക്കെ എടുക്കും, 6 to 8 months. ആ സമയത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇപ്പോഴെന്താ വെച്ചാൽ നമ്മൾ എക്സ്പ്രഷൻ ഇല്ല. അപ്പൊ മുമ്പ് മോഹൻലാലും മുമ്പ് മമ്മൂട്ടിയും തിമിർത്താടിയ മുഖഭാവങ്ങൾ ഇപ്പൊ ഇല്ല. എക്സ്പ്രഷൻസ് വളരെയധികം കുറഞ്ഞു. അത് ആക്ച്വലി ബിക്കോസ് ഓഫ് ബോട്ടോക്സ് ആണ്. ശരിക്കും ഇപ്പൊ ബോട്ടോക്സ് എടുക്കുന്നത് നല്ലതല്ല എന്നാണോ പറയുന്നത്? നല്ലത് എന്നല്ല, കണ്ടില്ലേ ഇതിൽ പറയുന്നത് മമ്മൂട്ടിയുടെ ഇപ്പോൾ എക്സ്പ്രഷൻസ് കുറഞ്ഞു എന്നാണ്. അദ്ദേഹം ഒരു സാധാരണ, ഞാനൊരു കാര്യം ഡോക്ടറിനോട് തന്നെ പറയാം, സാധാരണ അദ്ദേഹം ഒരു വേദിയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം സാധാരണ ഒരാളോട് സംസാരിക്കുമ്പോൾ എന്തിനാണ് അദ്ദേഹത്തിന് എക്സ്പ്രഷൻ്റെ ആവശ്യം? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഈ പറയുന്ന അതിദാരിദ്ര്യമുക്ത നിർമ്മാർജ്ജന പദ്ധതിയിൽ മമ്മൂക്ക വരുന്നത്, ഹോർത്തോസ് എന്ന് പറയുന്ന ഒരു വേദിയിൽ മമ്മൂക്ക വരുന്നതും അവിടേക്ക് മമ്മൂക്ക സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ്, അല്ലേ? സെലിബ്രിറ്റി എന്നുള്ളൊരു വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സെലിബ്രിറ്റി വാല്യൂ ഉണ്ട് എന്നതിനേക്കാളപ്പുറം ഒരു സാധാരണ ഒരു മനുഷ്യൻ നിൽക്കുന്നു, ഒരു സാധാരണ ഒരു ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വരുന്നു. എന്നാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ചുള്ളൻ ചെറുക്കനെ നമുക്ക് ആ ഒരു അദ്ദേഹത്തിൻ്റെ മുഖത്തും അദ്ദേഹത്തിൻ്റെ ഒരു നടത്തത്തിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് എന്തിനാണ് ആ ഒരു വേദിയിൽ ഇടുന്നത്? അതേസമയം അദ്ദേഹം ഒരു ക്യാമറയുടെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ ആക്ഷൻ കട്ട് പറയുന്നത് വരെ ഒരു മഹാവിസ്മയമാണ് കാണുന്നത്, അല്ലെ അത് തീർക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നൻപകൽ നേരത്ത് മയക്കമെന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കി അറിയാൻ പറ്റും. ആ ഒരു സിനിമയിൽ അദ്ദേഹം ഒരു മിററിലേക്ക് നോക്കുന്ന ഒരു ദൃശ്യമുണ്ടല്ലേ, എല്ലാവരും ഏറെ ശ്രദ്ധിച്ച് എല്ലാവരും ഏറെ ചർച്ച ചെയ്ത സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായൊരു ദൃശ്യം തന്നെയാണത്. ആക്ഷൻ പറയുന്ന സമയത്ത് മമ്മൂക്കയുടെ മുഖത്ത് വരുന്ന നവരസങ്ങൾ, അല്ലെ ഭാവങ്ങൾ, നവരസങ്ങൾ നമുക്ക് വെറുതെ പറയാൻ പറ്റില്ല, പല ഭാവങ്ങൾ, ആ ഭാവങ്ങളെല്ലാം മമ്മൂക്കയുടെ മുഖത്തോട് മിന്നി മറയുന്നുണ്ട്. ഇത്രയും അധികം എക്സ്പ്രഷൻസ് ഉള്ള, ഇത്രയും അധികം ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിന് ഇത്രയധികം പൂർണ്ണത കൊടുക്കുന്ന ഒരു മനുഷ്യൻ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം മമ്മൂക്കയ്ക്ക് പകരം മമ്മൂക്ക മാത്രമാണ്. ഇപ്പം മോഹൻലാലിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹൻലാലിന് വേണ്ടിയിട്ടാണ് ഈ ഡോക്ടർ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒടിയൻ മാണിക്യം എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒടിയൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് ചെയ്തിട്ടുണ്ടല്ലേ. ആ ഒടിയൻ മാണിക്യം ചെയ്ത സമയത്ത് മോഹൻലാലിൻ്റെ മുഖത്ത് സർജറിയൊക്കെ ചെയ്ത് മോഹൻലാലിൻ്റെ മുഖം വല്ലാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും മോഹൻലാലിൻ്റെ ആ ഒരു മുഖം നമുക്കിപ്പോൾ ഈ 2025 പാതി വരെ, അല്ലെ 2024 ഫുള്ളും നമ്മൾ ആ മുഖം ആ രീതിയിൽ തന്നെയാണ് കണ്ടത്. മോഹൻലാൽ ആ ഒരു ഇടയ്ക്ക് അഭിനയിച്ച എല്ലാ സിനിമകളിലും താടി വെച്ച പോലീസുകാരൻ, താടി വെച്ച സിക്കുകാരൻ, താടി വെച്ച പട്ടാളക്കാരൻ, അങ്ങനെ ഒരു വേഷം മാത്രമേ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചെയ്തിട്ടുള്ള സർജറിയിൽ എന്തോ ഒരു മാറ്റം വന്നാൽ, എന്തോ ഒരു പിഴവ് വന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഒരു പക്ഷെ അങ്ങനെ ഉണ്ടായത്. അങ്ങനെ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എന്തോ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്നു. അതിനുശേഷം അദ്ദേഹത്തിന് നല്ല രീതിയിലൊന്ന് സിനിമയിൽ അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ 2025 ആയപ്പോഴേക്കും മോഹൻലാലിൻ്റെ മുഖം മാറി, മോഹൻലാലിൻ്റെ മുഖത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. മോഹൻലാൽ പഴയ മോഹൻലാലിലേക്ക് മാറി, കവിളൊക്കെ ചാടി വല്ലാത്തൊരു നല്ല രീതിയിലേക്ക് മാറി. എന്നാൽ
ഇദ്ദേഹം പറയുന്നൊരു കാര്യം മമ്മൂട്ടിക്ക് എക്സ്പ്രഷൻസ് വരില്ല എന്നാണ്. മമ്മൂട്ടിക്ക് എക്സ്പ്രഷൻസ് വരില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് സാറേ, ഈ ഭ്രമയുഗം പോലെയുള്ള സിനിമ, നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ, ഇതുപോലെയുള്ള സിനിമകളൊക്കെ ചെയ്യാൻ ആരെയും കൊണ്ട് സാധിക്കും? ഇത്രയേറെ എക്സ്പ്രഷൻസ് മുഖത്ത് വരുന്ന ഒരു ആളിനെ പറ്റിയാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ഓർക്കണം. പറയുമ്പോൾ കുറച്ചെങ്കിലും ലോജിക്കുള്ള കാര്യങ്ങൾ പറയണം. ഒരുപാട് ഡോക്ടേഴ്സിനെ എല്ലാം ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനും ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഞാൻ മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും എനിക്കൊരു ബഹുമാനമുണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ പറയുന്ന ഒരു കാര്യത്തിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ആ കമൻറ്റുകളിലൊക്കെ പറയുന്നത് ഇവൻ പൂജപ്പുരയിലെ മോഹൻലാൽ ഫാമിലി ഡോക്ടർ ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ മുഖത്തിന് എക്സ്പ്രഷൻ ഇല്ല, ശരിയാണ്, എണീറ്റ് പോടേ, എക്സ്പ്രഷൻ കുറഞ്ഞു പോലും. എന്തോന്നടേ, ഭ്രമയുഗം, നൻപകൽ നേരത്ത് മയക്കം, കാതൽ, റോഷാക്ക് ഒന്നും കണ്ടിട്ടില്ലേ ആള്? മോഹൻലാൽ ഫാൻസ് ആണെന്ന് തോന്നുന്നു ആള്. മമ്മൂട്ടി കണ്ടിട്ടില്ല ഭ്രമയുഗം. പരസ്യമാണ് ആവശ്യമെങ്കിൽ മാന്യമായി ചെയ്യുക. എന്നിട്ടൊരു ചീത്തയുണ്ട്, എടോ താൻ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? തനിക്ക് വട്ടാണോ? തന്നെയൊക്കെ ഡോക്ടർ എന്ന് ആരാടോ വിളിക്കുന്നത്? കഷണ്ടിയും നരയും തലയിൽ വെച്ചോണ്ടാണ് ഇവൻ ബാക്കിയുള്ളവരെ വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഉണ്ട്. അടിപൊളി കമന്റ് ആണ്. അതെ, ഈ പൂജപ്പുര മോഹൻലാലിനെ കുറിച്ച് പറയില്ല, കാരണം അങ്ങേർക്ക് ഷേവ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇതിൽ കുറെ മമ്മൂട്ടി ഫാൻസ് ഒക്കെ വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു കമന്റ് മമ്മൂട്ടി ഫാൻസ് എന്നോ മോഹൻലാൽ ഫാൻസ് എന്നോ തിരിച്ചിട്ട് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ആ മമ്മൂക്ക് എന്ന് പറയുന്ന ഒരു നടൻ, അല്ലെ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രായത്തിലും അദ്ദേഹം കാണിച്ചു വെക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ പ്രായത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണ്, അല്ലേ? ഇപ്പോൾ ഡോക്ടർ എന്ന് പറയപ്പെടുന്ന വ്യക്തി, അദ്ദേഹത്തിന് പോലും ഇതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതൊരു കഴിവാണ്, ഒരു കലയാണ്. ആ കലയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മമ്മൂക്ക തയ്യാറാണ്. അത് ബോട്ടോക്സ് ആണോ, ഇനി എന്തെങ്കിലും കോസ്മെറ്റിക് സർജറി ആണോ, എന്തുവാണെന്നുണ്ടെങ്കിലും പ്രേക്ഷകരെ ഇത്രയും നാളും ത്രസിപ്പിച്ച, അല്ലെ ഇത്രയും നാളും അതിശയിപ്പിച്ച ഒരു മനുഷ്യൻ തന്നെയാണ് മമ്മൂക്ക. ആ ഒരു കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലോ അദ്ദേഹം എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അദ്ദേഹം എന്താണ് സമൂഹത്തിന് വേണ്ടി പ്രതിനിധാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ്, ആ ഒരു മനുഷ്യൻ എന്താണെന്നുള്ളത് മനസ്സിലാവുന്ന ആളുകൾ തന്നെയാണ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതുകൊണ്ട് മമ്മൂക്കയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ മമ്മൂക്കയുടെ വാല്യൂ കുറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കുറയാൻ പോകുന്നില്ല. കാരണം മമ്മൂക്കയുടെ ഒരു മനസ്സ് ഇപ്പോഴും ചെറുപ്പം തന്നെയാണ്. ആ മമ്മൂക്ക കാണിച്ചു വെക്കുന്ന ഓരോ കാര്യങ്ങൾ ഇന്നത്തെ ഈ പ്രായത്തിൽപ്പെട്ട എനിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തു വെക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ആ കലയോടുള്ള ഒരിക്കലും അടങ്ങാത്ത ആ ഒരു അഭിനിവേശം, അല്ല ആക്രാന്തം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പണത്തിനോട് പലരുടെ ആക്രാന്തം കണ്ടിട്ടുണ്ട്, സ്ത്രീകളോടുള്ള ആക്രാന്തം കണ്ടിട്ടുണ്ട്, പല ഭക്ഷണങ്ങളോടുള്ള ആക്രാന്തം കണ്ടിട്ടുണ്ട്, സ്ഥലങ്ങൾ കാണുന്നതിനോടുള്ള ആക്രാന്തങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല അഭിനിവേശങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ മമ്മൂക്കയെ പോലെയുള്ള തനിക്കൊരു കഥാപാത്രം കിട്ടിയാൽ ആ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഏതൊരറ്റം വരെയും പോകുന്ന ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, ഇനി കാണാനും സാധിക്കത്തില്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഇനിയും കത്തിക്കേറി വരിക തന്നെ ചെയ്യും. എക്സ്പ്രഷൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല ഡോക്ടറെ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.